അങ്ങനെ രാവിലെ തന്നെ ഞാൻ പോയി എൻ്റെ വോട്ടവകാശം ഞാൻ രേഖപ്പെടുത്തി. നിങ്ങളും നിങ്ങളുടെ വോട്ടവകാശം പോയി രേഖപ്പെടുത്തുക. പണത്തിനും പ്രലോഭനങ്ങൾക്കും വഴങ്ങിയാവരുത് നമ്മളുടെ ഓരോരുത്തരുടെയും സമ്മതിദാനം നിർവഹിക്കേണ്ടത്. കാരണം ഇത് നമ്മളുടെയൊക്കെ ഒരു ബാധ്യതയാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു അവകാശമാണ് ഈ വോട്ട് ചെയ്യുക എന്നുള്ളത്. അത് കൃത്യമായി നിങ്ങൾ വിനിയോഗിക്കുക. ഇന്നലെ നമ്മുടെ മഞ്ഞൾ ശോഭ ചേച്ചിയുടെ ഒരു മിന്നൽ പ്രകടനമായിരുന്നു പാലക്കാട് കണ്ണാടി ഗ്രാമത്തിൽ കണ്ടതല്ലേ. അപ്പം നമ്മുടെ മഞ്ഞൾ ശോഭ ചേച്ചിക്ക് ഇപ്പോൾ മറ്റൊരു പേരൂടെ വന്നിട്ടുണ്ട്, മുല്ലപ്പൂ വെച്ച നിഴൽ ശോഭ ചേച്ചി. കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ വിഡ്ഢികളാക്കാമെന്ന് തലയ്ക്കകത്ത് ചാണകം തിരികെ വെച്ചിട്ടുള്ള നിന്നെപ്പോലുള്ള ഊളകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് അതൊരു പണാധിപത്യമാക്കി മാറ്റി ഇനിയൊരു തെരഞ്ഞെടുപ്പ് പോലും ഇല്ലാത്ത രീതിയിലേക്ക് ഒരു ഏകാധിപത്യ ഭരണ രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംഘപരിവാറും കൂട്ടാളികളും. ഇതൊക്കെ കൃത്യമായി വിലയിരുത്തിക്കൊണ്ടാവണം നിങ്ങളുടെ ഓരോ സമ്മതിദാന അവകാശവും ഈ ഒരു അവസരത്തിൽ നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. എന്തായാലും ഇന്നലത്തെ ആ ഒരു പ്രകടനം കഴിഞ്ഞതിന് ശേഷം ഇന്നലെ രാത്രിയും ഇതേ പ്രകടനങ്ങൾ തന്നെ പല സ്ഥലങ്ങളിലും ഈ സംഘപരിവാർ റോളികൾ നടത്തിയിട്ടുണ്ട്. ഇവർ ഈ കൊടുക്കുന്ന പണത്തിന്റെ സോഴ്സ് എവിടുന്നാണ് എന്ന് കണ്ടെത്താൻ ഇലക്ഷൻ കമ്മീഷനും നമ്മുടെ നിയമപാലകരും തയ്യാറാകണം. ഇന്നലെ ഈ സംഭവം നടന്ന സമയത്ത് ഈ മുല്ലപ്പൂ വെച്ച നിഴൽ ചേച്ചിയുടെ വണ്ടി ഒന്ന് സെർച്ച് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിന്റെ ബാലൻസും കൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. സത്യം പറയാലോ, ഇതുപോലത്തെ മരപ്പൊട്ടന്മാരായിട്ടുള്ള ഈ സംഘപരിവാർ റോളികൾക്ക് വേണോ നമ്മുടെ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ വോട്ട് ചെയ്യാനായിട്ട്? ഇന്നലെ ഈ ഒരു വിഷയം നടന്നതിന് ശേഷം പാലക്കാടിന്റെ മസൽമാനായിട്ടുള്ള ലവൻ മാധുവിന്റെ കയ്യിൽ വന്ന് പെട്ടു. പൊറോട്ട വലിച്ചു കീറുന്നണക്കാണ് മാധു എടുത്തിട്ട് കീറി ഭിത്തിയിൽ അങ്ങോട്ട് അടിച്ചു. ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഈ വിഷ്വൽസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പണം കൊടുക്കുന്നത് ഈ വെള്ള ചുരിദാറിട്ടുള്ള ഈ സ്ത്രീ ഓടിപ്പോയി ആ അമ്മയുടെ പണം കൊടുക്കുന്നത് നമ്മൾ വളരെ വ്യക്തമായിട്ട് കണ്ടു. അതിനുശേഷം അവർ നടന്ന് ശോഭയുടെ വണ്ടിയിലേക്ക് വരുന്നത് നമ്മൾ കണ്ടു. പിള്ളേർ നേരെ വരുമ്പോൾ ബാക്കിലെ സീറ്റിൽ ഡോറിന്റെ സൈഡിൽ ഈ വെള്ള ചുരിദാർ ഇട്ടിട്ടുള്ള സ്ത്രീയെ പിന്നീടും ആ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനെ വെളുപ്പിക്കാൻ വേണ്ടി ഈ മരപ്പൊട്ടനായിട്ടുള്ള ഈ കൊന്നത്തെങ്ങ് പോലെ വളർന്നു നിൽക്കുന്ന ഈ വേട്ടാവളിയൻ വന്ന് ഈ ചാനലിനകത്ത് വന്നിരുന്നുണ്ട് കൊണയടിച്ചപ്പോഴത്തേക്ക് ഇന്ന് രാവിലെ ഒരു പക്ഷേ ചിലപ്പോൾ ശോഭ വിളിച്ചിട്ട് പറഞ്ഞാണ്, നിന്നോട് ആരാടാ പറഞ്ഞത് ഇതിനകത്തൊക്കെ പോയി കയറാൻ? അവൾ വലിച്ചു കീറിയങ്ങ് ഒട്ടിച്ച് മൊത്തത്തിൽ തേഞ്ഞൊട്ടിയെന്ന് വേണം പറയാൻ. എന്താണെങ്കിലും ഈ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്ഥാനാർത്ഥിത്വം അത് റദ്ദാക്കാനായിട്ടുള്ള എല്ലാ വകുപ്പുകളും ഈ ഒരൊറ്റ വീഡിയോയിൽ കാണാം. കാരണം ഇവരുടെ സാന്നിധ്യത്തിലാണ് ഈ പണം കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ശോഭ ചേച്ചി പറഞ്ഞെന്താണ്, അത് മറ്റേ അവരുടെ വല്യമ്മയാണെന്നാണ് പത്രക്കാരോട് പറഞ്ഞത്. പിന്നെ വന്നിട്ട് അവർ പറഞ്ഞെന്താണ്, അങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല, അങ്ങനൊരു സ്ത്രീ എൻ്റെ കൂടെ ഇല്ല. പച്ചക്കള്ളം പറയുന്ന സ്ത്രീകൾക്ക് അപമാനമായിട്ടുള്ള ഇതുപോലത്തെ കൂതറകളെ ഒന്നും ജയിപ്പിച്ചാൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥയുണ്ടല്ലോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. നാശത്തിലേക്കേ പോകത്തുള്ളൂ. മസൽമാനെ എടുത്തിട്ട് പൊരിക്കുന്ന ആ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കണ്ടു നോക്കിയോളൂ. ഇതിനകത്ത് കണ്ണാടിയിലേക്ക് ഇന്ന് ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള BJPയുടെ കുറച്ച് പ്രവർത്തകരും നിശബ്ദ പ്രചരണത്തിന്റെ ഭാഗമായി ചില വോട്ടർമാരെ കാണുന്നതിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഈ ദൃശ്യങ്ങൾ വന്ന സമയം മുതൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ, സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന രണ്ട് വേർഷനുണ്ട്. ഒന്ന്, ആ അമ്മ തന്നെ പറയുന്നുണ്ട്, എനിക്ക് മരുന്നിന് പൈസ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു, എൻ്റെ കയ്യിൽ പൈസ കിട്ടിയിട്ടില്ല എന്ന് മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ച സമയത്ത് അമ്മ പറയുന്നുണ്ട്. ഒന്ന്. രണ്ട്, ഇതിനകത്ത് BJPയുടെയോ BJPയുടെ പ്രതിനിധികളോ പൈസയായിട്ടോ ഉപഹാരങ്ങളായിട്ടോ അവിടെ നിന്ന് ആ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടില്ല. രണ്ട്, ഈ ബാഗിൽ നിന്ന് എടുത്ത് കൊടുത്തു എന്നാണ് പറയുന്നത്. ഇത് കൊടുക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ തന്നെ നേതാവ് വിനീഷ് ആ അമ്മയുടെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസിന്റെ ഒരു നേതാവിന്റെ മുൻപിൽ ഈ പൈസ എടുത്ത് കൊടുക്കാത്തക്ക വിഡ്ഢികളായിട്ടുള്ള ആളുകളല്ല BJPയുടെ ആളുകൾ. മൂന്ന്, പക്ഷേ നിങ്ങളുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതിൽ എത്രത്തോളം ഘടകവിരുദ്ധതകളുണ്ട്? ഒന്നാമത്തെ കാര്യം പറഞ്ഞു, അങ്ങനെ ഒരു സ്ത്രീ എന്റെ ഒപ്പം ഉണ്ടായിരുന്നില്ല. മണ്ടഗുണാപ്പി, നീയൊക്കെ പൈസ കൊടുത്തിട്ട് പോയതിന് ശേഷം ആ കോൺഗ്രസിന്റെ നേതാവും ആ കോൺഗ്രസിന്റെ നേതാവിന്റെ വണ്ടിയിൽ ഇരുന്ന് ആ സ്ത്രീയും കൂടെ വന്ന് അവരുടെ കയ്യിൽ നിന്ന് ആ പണം വാങ്ങി അത് എണ്ണി നോക്കിയപ്പോൾ ഇത്ര രൂപ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് തിരികെ കൊടുത്തിട്ട് പോകുന്നതിന്റെ വിഷ്വലാണ് നീയൊക്കെ ഇരുന്നുകൊണ്ട് ഈ കൊണയടിക്കുന്നത്. ലെവൽ കൊടുത്തത് അമ്മച്ചിയെ വിളിച്ചോണ്ട് പോയിട്ട് ദേ ആ മരച്ചോട്ടിലില്ലേ അവിടെ വെച്ചിട്ടാണ് ബാഗിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തിട്ട് ഒരൊറ്റ ഓട്ടോ ഓടി നേരെ വണ്ടിക്കകത്തേക്ക് പോകുന്നതാണ് നീയൊക്കെ കണ്ടത്. നീയൊക്കെ ആരെയാടാ ഈ മണ്ടന്മാരാക്കാൻ നോക്കുന്നത്? നിന്റെയൊക്കെ തലയ്ക്കകത്ത് ചാണകമാണെന്ന് വിചാരിച്ചിട്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ തലയ്ക്കകത്തും അതല്ല, നല്ല മനുഷ്യന്റെ തലച്ചോറാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ വന്നിരുന്നുണ്ട് തേഞ്ഞൊട്ടാനും കൊണയടിക്കാനും നിന്നെപ്പോലെ ഉളുപ്പും മാനവും ഇല്ലാത്ത വൃത്തികെട്ട കൂതറകൾ ഈ പ്രസ്ഥാനത്തിൽ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. കണ്ടോ? മുല്ലപ്പൂ വെച്ച നിഴലോ
അത് അത്ഭുതകരമായ പ്രതിഭാസമാണ്. മൂന്നാമത്തെ സ്ത്രീ വാഹനത്തിലിരിക്കുന്നതിന്റെ ഫോട്ടോകളടക്കം പുറത്തു ഞാൻ പറയട്ടെ, പറയൂ. എന്റെ ഒപ്പം അങ്ങനെ ഒരു സ്ത്രീ ഇല്ല എന്നല്ല അവർ കാരണം ആ പത്രസമ്മേളനത്തിൽ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഇതിനകത്ത് ആദ്യം കണ്ട വിഷ്വലിൽ കാണിച്ച സമയത്ത് അതിനകത്ത് ചോദിച്ചത് നിങ്ങളോടൊപ്പം ആ സ്ത്രീ യാത്ര ചെയ്യുന്നതിന് ചോദിച്ച സമയത്ത് ഏത് സ്ത്രീയാണ് അത് എന്റെ നിലയിലാണെന്നാണ് പറഞ്ഞത്. അല്ലാതെ അങ്ങനെ ഒരു സ്ത്രീ എന്ന് പറഞ്ഞത് അവിടെ ഒരു സ്ത്രീ ഇവരെ കാണാനായി പോയതിന്റെ ദൃശ്യങ്ങൾ ചാനലുകളിൽ ഉൾപ്പെടെ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വരുന്ന സമയത്ത് ഇവർ നോട്ട് കെട്ട് കൈമാറുന്നതിന്റെ ദൃശ്യം എവിടെയാണുള്ളത്? ആദ്യം ഒരു ദൃശ്യം അമ്മയുടെ കയ്യിൽ പിടിക്കുന്ന ദൃശ്യം കാണുന്നത്. പിന്നെ അതിനുശേഷം വരുന്നത് നമുക്ക് പെൻഷൻ കിട്ടിയ പൈസയാണെന്ന് പറയുന്നത് ഒരു വയോധിക വിശ്വാസത്തിൽ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ അവരെ ഈ ചിത്രത്തിൽ വെക്കുന്നില്ല. പെൻഷൻ കിട്ടിയ പൈസ 4000 മടക്കി ഞാൻ ചോദിച്ചിരിക്കട്ടെ. അതൊന്നാമത്തേത് ഇത് പെൻഷൻ കിട്ടിയ 4000 രൂപ കൈ മടക്കി വെച്ചുകൊണ്ട് അല്ല അവർ ഈ വാഹനത്തിൽ പുറകിലിരിക്കുന്ന സ്ത്രീയുടെ വലിയമാണെന്ന് പറയുന്നു. ഈ സിമി എന്ന് പറയുന്ന സ്ത്രീയുടെ വലിയമാണോ വീട്ടിലിരിക്കുന്നത്? നിങ്ങൾ അത് തെളിയിക്കാൻ കഴിയും. പറഞ്ഞത് ശോഭാ സുരേന്ദ്രനല്ലേ? ഇതിനകത്ത് രണ്ട് കാര്യം ഞാൻ പറയാം. സിമിയുടെ വല്യമ്മയാണ് അവിടെ ഇരിക്കുന്നത് എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടില്ല. സിമിയുടെ ബന്ധുവാണ് അവിടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. ഒന്ന്. രണ്ട്, ഇതിനകത്ത് പെൻഷൻ കിട്ടിയ പൈസയാണെന്ന് ആ അമ്മൂമ്മ പറഞ്ഞ സമയത്ത് അത് മടിപ്പുത്തിൽ വെച്ചുകൊണ്ട് വെയിൽ കായാൻ ഇരിക്കുമോ എന്ന് ചോദിച്ച സമയത്ത് അങ്ങനെ ആ പൈസ വെച്ചുകൂടായി കഴിയുന്നുണ്ടോ? അവിടെ ആ പൈസ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച പൈസ, ഇവർ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച പൈസ കയ്യിൽ കൊടുക്കുന്ന ദൃശ്യം എന്തുകൊണ്ടാണ് ഇത്രയും വീഡിയോ എടുത്ത ആളുകൾക്ക്? ഈ വിനീഷ് ഉൾപ്പെടെ അവിടെ നിൽക്കുന്നുണ്ടല്ലോ. ഈ വിനീഷ് രണ്ടാമത് കാട്ടുന്ന ദൃശ്യത്തിൽ കോൺഗ്രസിന്റെ നേതാവ് വിനീഷ് ഉൾപ്പെടെ കയ്യിൽ പൈസ വെച്ച ദൃശ്യമാണ് കാണിക്കുന്നത്. ഇത് രണ്ടും മനസ്സിലാക്കുന്നത് രണ്ട് ഷോട്ട്സ് ആണ്. ആദ്യം ഇവർ പൈസ കൊടുക്കാനായിട്ട് പോകുന്നു പറഞ്ഞ് ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ആദ്യം ഞാൻ ചോദിച്ച ഒരൊറ്റ ചോദ്യമാണ്. ആദ്യം ഇതിനകത്ത് പോകുന്ന സമയത്ത് ആ സ്ത്രീയുടെ കയ്യിലേക്ക് ചുരുട്ടിക്കെട്ടിയ നോട്ട് കെട്ട് കൊടുക്കുന്നതിന്റെ ദൃശ്യം വിഷ്വലി കാണിക്കുവാനായിട്ട് ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ? കോൺഗ്രസ് പാർട്ടിക്കോ കോൺഗ്രസിന്റെ പ്രവർത്തകർക്കോ ചാനലുകൾക്കോ അത് കാണിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ദൃശ്യം വരുന്നത് കയ്യിൽ ചുരുട്ടിക്കെട്ടിയ നോട്ട് കെട്ടുമായിട്ട് ആ അമ്മൂമ്മ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെയുള്ള ഈ അമ്മൂമ്മയുടെ മടിക്കുത്തിൽ ഉണ്ടായിരുന്ന പൈസയാണ് അത് എന്ന് ആ അമ്മൂമ്മ തന്നെ പറഞ്ഞ സമയത്ത്, അവരുടെ ബന്ധുക്കാരൻ തന്നെ പറഞ്ഞ സമയത്ത്, അല്ല സിമിയാണ് ആ പൈസ കൊടുത്തത് എന്ന് സ്ഥാപിക്കേണ്ടത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണോ അതോ ചാനലുകളുടെ ഡ്യൂട്ടിയാണോ? അവിടെ ആ അമ്മ പറയുന്നു എനിക്ക് ഇങ്ങനെ ഒരു പൈസ കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന സമയത്ത്, അല്ല സിമി പോയി കൊടുത്ത പൈസയാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, വാദത്തിന് വേണ്ടിയാണെങ്കിൽ അത് അംഗീകരിക്കണമെങ്കിൽ ആ സിമി കയ്യിൽ പൈസ കൊടുക്കുന്നതിന്റെ ദൃശ്യം കാണിക്കേണ്ടതല്ലേ? ഞാൻ ഒരു മിനിമം ഡൗട്ടാണ് ചോദിക്കുന്നത്. അല്ല ശ്രീ പ്രശാന്ത്, ക്യാമറ തുറന്ന് വെച്ചേക്കുന്നത് ഈ പണം കൈമാറ്റം ചെയ്യില്ല, അതിനുള്ള വിട്ടുതരം നോക്കൂ. ഡിബേറ്റ് ആണെങ്കിൽ പോലും അതിനുള്ള വിട്ടുതരം ബിജെപിക്കാർ കാണിക്കില്ല. അങ്ങ് തന്നെയല്ലേ പറഞ്ഞത്? അങ്ങ് തന്നെയല്ലേ പറഞ്ഞത്? അവർ അവിടെ തിരിഞ്ഞു പോകുന്നതിന് തൊട്ട് പിറ്റേ അടുത്ത സെക്കൻഡാണ് കയ്യിൽ ചുരുട്ടിപ്പിടിച്ച പണം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങ് ഒരൊറ്റ ദൃശ്യത്തിൽ വേണമെന്ന് വാശി പിടിക്കുന്നത് ഈ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച പണം ഉണ്ടായിരുന്നു, കയ്യിൽ ചുരുട്ടിപ്പിടിച്ച പണം കാണിക്കുന്നു എന്ന് പറഞ്ഞു. സിമി നായർ കൊടുക്കുന്ന പൈസ അല്ലെങ്കിൽ എക്സോർവൈ ആരാണ് കൊടുക്കുന്നത് എന്ന് കാണിക്കാൻ ഈ കാര്യങ്ങൾ തെളിയിക്കണം എന്ന് പറഞ്ഞ ഒരൊറ്റ പ്രശാന്ത് ഞാൻ പ്രതികരണം അങ്ങനെ പ്രതികരണം കാണിക്കാം. പ്ലേ ചെയ്യും പൈസ കൊടുത്തേ പൈസ കൊടുത്ത് മോശം പൈസ കൊടുത്ത് മോശം പൈസ കൊടുത്തേ പൈസ കൊടുത്ത് മോശം ആ കുട്ടിയുടെ അതായത് വണ്ടിയിൽ കുട്ടിയുടെ വല്യമാണ് എന്ന് അങ്ങനെ നേരത്തെ പറഞ്ഞു. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് കേൾക്കുന്ന ശബ്ദമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ശോഭാ സുരേന്ദ്രൻ ദൃശ്യം കിടക്കാം. എങ്ങനെയാണ് നിഷേധിക്കാൻ കഴിയുക? വല്യമ്മ ബന്ധം ഇതിനകത്ത് ഞാൻ തുടക്കം മുതൽ പറഞ്ഞ രണ്ട് കാര്യമുണ്ട്. ഇതിനകത്ത് ആ കുട്ടി വല്യമ്മയുടെ കയ്യിൽ പൈസയ്ക്ക് തുല്യമായ മറ്റെന്തെങ്കിലും മുഴുവൻ മാധ്യമങ്ങളെയും കണ്ടുകൊണ്ട് സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീമതി ശോഭാ സുരേന്ദ്രൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു അവിടെ അങ്ങനെ ഒരു പൈസ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഈ മാധ്യമങ്ങൾ ഞാൻ പറയുന്നുണ്ടല്ലോ വോട്ടിന് വേണ്ടി പൈസ കൊടുത്തു എന്നുള്ളത് എന്തിനാണ് ഇവിടെ സമ്മതിച്ചു തരുന്നത്? നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല, നിങ്ങൾക്ക് തെളിയിക്കാൻ ഇതിനകത്ത് പൈസ കൊടുക്കുന്ന ദൃശ്യം ഒരാൾ പൈസ കൊടുക്കുന്നു ഇവർ കൊടുത്ത പൈസ കാണിച്ചു തരാൻ സാധിക്കണം. നിങ്ങൾക്ക് ഇവിടുന്ന് ആ അമ്മയ്ക്ക് പൈസ കൊടുത്തു നിങ്ങളുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വലിയ ബന്ധം കൊണ്ടാണെന്ന് പറഞ്ഞു. അതിനപ്പുറത്ത് എന്ത് തെളിവാണ് നിങ്ങൾ നോക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞ പൈസ കൊടുത്തത് വലിയ പൈസ കൊടുത്തു നിങ്ങൾ ചാനൽ കാണിച്ച സ്ഥിതിക്ക് അവർ പൈസ കൊടുക്കുന്നതിന്റെ വിഷയം അവർ കാണിച്ചേ. അവർ പൈസ കൊടുക്കുന്നതിന് കാണിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പൈസ കൊടുക്കുമെന്ന് ചാനലുകൾ ഉൾപ്പെടെ കൊടുത്തെങ്കിൽ ബിജെപി മാധുവിന്റെ അടക്കം മാധുവിന്റെ നരേറ്റീവിന് മറുപടി ബിജെപി ഞാൻ പെട്ടടാ മണ്ടനും മല്ലനും മരമണ്ടനുമായിട്ടുള്ള വിവരം കെട്ട വിവരദോഷിയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ചർച്ചയിൽ നിന്ന് തന്നെ മനസ്സിലായല്ലോ. കണ്ണാടി എന്ന് പറയുന്ന ഈ പ്രദേശം കോൺഗ്രസിന് കുറച്ച് ഭൂരിപക്ഷമുള്ളൊരു മേഖലയാണ്. ഈ മേഖലയിൽ കൃത്യമായി വോട്ടർമാരെ സ്വാധീനിച്ച് അല്ലെങ്കിൽ ഇതുപോലെ പണം കൊടുത്ത് സാരി കൊടുത്ത് ഒക്കെ അവരെ വശീകരിച്ചാൽ പെട്ടെന്ന് ജയിക്കാമെന്നുള്ളൊരു അതിമോഹം ഈ പറയുന്ന മുല്ലപ്പൂ വെച്ച നിഴൽ ശോഭ ചേച്ചിക്ക് ഉണ്ടായി. സത്യം തന്നെയാണ്.
ലാസ്റ്റ് പിടിക്കപ്പെട്ടപ്പോഴത്തേക്ക് അത് രവളുടെ വല്യമ്മയാണ് എന്ന് പറഞ്ഞ് അതും അബദ്ധത്തിൽപ്പെട്ട്. ഇതെല്ലാം റെക്കോർഡാണ്, ജനങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണ്, പച്ചയായിട്ടുള്ള സത്യമാണിത്. ഇതിനെ വന്നിട്ട് ഇങ്ങനെ ന്യായീകരിച്ച് വെളുപ്പിക്കാൻ ഇവനെപ്പോലുള്ള മരപ്പോത്തുകൾക്കല്ലാതെ വേറെ ആർക്കാ സാധിക്കുന്ന? ഈ ചർച്ച കേട്ട, ഈ ചർച്ച കണ്ട നിങ്ങൾ കൃത്യമായി ഇതിനുള്ളൊരു മറുപടി കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.